ഇവിടെ നിന്ന് എന്തായാലും ഇനി നമുക്ക് പോകാനുള്ള ഡ്രാമിലാണ് കേട്ടോ. ഡ്രാം ഇവിടെ നിന്നുണ്ട്. ഈ ഡ്രാമിൽ കയറിയിട്ട് നമുക്ക് സോഫിയയിൽ പോകാം. സോഫിയ മസ്ജിദും പിന്നെ അതുപോലെ തന്നെ ബ്ലൂ മസ്ജിദിലും പോകാം. നമ്മളിപ്പോൾ ഇവിടെ സിറ്റി സെൻറ്ററിൽ എത്തിയിട്ടേ ഉള്ളൂ. സിറ്റി സെൻറ്ററിൽ ഒത്തിരി കാണാനുണ്ട്. ഇപ്പം നമുക്ക് ഈവനിങ്ങിൽ വന്നിട്ട് സിറ്റി സെൻറ്റർ കയറാം. ഇപ്പം ജസ്റ്റ് ഞാനൊന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം എന്ന് പറയുമ്പോഴത്തേക്കും സൗദിയിൽ നിന്ന് നമ്മൾ കഴിക്കുമ്പോൾ ഷവായ തന്നെ കഴിച്ചത്. വേറൊന്നും തൽക്കാലം കണ്ടില്ല. അത് തിരക്കി നടക്കാനുള്ള സമയവും ഇല്ല. ഇപ്പം ഈ പകൽ സമയത്ത് കുറച്ച് എന്തെങ്കിലുമൊക്കെ നല്ല നല്ല വീഡിയോ എടുത്താൽ പിന്നെ രാത്രിയിൽ ഭക്ഷണം കഴിച്ച് സമാധാനമായിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാം. അത് കാരണം ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഭക്ഷണം കഴിച്ചേ ഉള്ളൂ. ഇവിടെ നല്ല സ്വീറ്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സ്വീറ്റ്സ്, അടിപൊളി സ്വീറ്റ്സാണ്. എന്താ പറയുക, തുർക്കികൾ പല കാര്യങ്ങളിലും അടിപൊളിയാണ് കേട്ടോ. അവർ ഷൂസ് ഉണ്ടാക്കുന്നതിൽ പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങളിലൊക്കെ തുർക്കികൾ നമ്പർ 1 ആണ് കേട്ടോ. എന്തായാലും നമുക്കൊന്ന് തുർക്കിഷ് ഭക്ഷണം നല്ലതുപോലെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എന്തായാലും സെറ്റാക്കണം. അതിന് നമുക്ക് പിന്നീട് പോകാം വൈകുന്നേരത്ത്. ഇപ്പം എന്തായാലും ഈ സൈഡിലുള്ള വീഡിയോസ് ഇങ്ങനെ എടുക്കാം. ഞാൻ അവിടെ ഭക്ഷണം കഴിക്കാൻ കയറിയ സ്ഥലത്ത് ഞാൻ എൻ്റെ മൊബൈൽ റീചാർജ് ചെയ്യാൻ നോക്കിയിട്ട് അവൻ്റെ അടുത്ത് ഒരു പിന്നുമില്ല. അവിടെ ഉള്ളതിലൊക്കെ മസ്രികൾ നടത്തുന്ന കടയായിരുന്നു കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്താ പറയുക, നമുക്ക് ലാംഗ്വേജ് വലിയ പ്രശ്നമുള്ള ലാംഗ്വേജ് അറിയുന്നിടത്തല്ലേ കയറാൻ പറ്റുള്ളൂ. കാരണം തുർക്കികൾ അറബി സംസാരിക്കുന്നവരുണ്ട്, എന്നാലും പൂർണ്ണമായിട്ടില്ല. ഇതൊക്കെ ട്രഡീഷണൽ കസേര മേശയിട്ട്. അപ്പോൾ അവർ ഭക്ഷണം മസ്രികളായിരുന്നു. അപ്പോൾ ഞാൻ ആ ഭാഷ അറിയുന്ന രീതിയിൽ അവിടെ കയറിയായി. മസ്രികൾ ഉഡായിപ്പിൻ്റെ ഉസ്താദന്മാരാണ് കേട്ടോ. അവിടെ എന്തൊക്കെയോ തലയൊക്കെ വെച്ചിരിക്കുന്നു. എന്താണെന്ന് അറിയില്ല. നമുക്ക് കയറി നോക്കാം. പക്ഷെ എന്തായാലും അത് ഹലാൽ ഭക്ഷണമായിരിക്കും, ഹറാമല്ല. ഇതൊക്കെ റോഡ് സൈഡിലുള്ള ഷോപ്പുകളാണ് കേട്ടോ. അവിടെ നിന്ന് ഡ്രാമിൽ കയറി പോവാം. ഡ്രാമിന് എന്തോ ചെറിയ പൈസയൊക്കെ ഉള്ളൂ. എന്നാലും ഡ്രാമിൽ കയറി നമുക്ക് സിറ്റിയിലേക്കല്ല സോഫിയ മസ്ജിദിലേക്ക് പോവാം. കുട്ടിക്ക് ചെരുപ്പ് വാങ്ങണം. കുറേ പരിപാടീസ് ഉണ്ട്. പക്ഷേ അതൊക്കെ ഇവിടെ കല്ലുമ്മക്കായി നോക്കി. കല്ലുമ്മക്കായി ഇത് ഇവിടെ നിന്നാണെന്ന് ഇവിടെ കല്ലുമ്മക്കായി കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ അടിപൊളി കല്ലുമ്മക്കായി നേരെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസാണ് ഇവിടെ കൂടുതൽ. മാഷാഅല്ലാ തസ്ബീ, പിന്നെ അങ്ങനെ നെയിൽ പോളിഷ് ആവശ്യം പോലെ. ഏത് നെയിൽ പോളിഷ് വേണോ അതുണ്ട്. ലോക്കൽ മാർക്കറ്റ്, ലോക്കൽ മാർക്കറ്റ് ഇവിടെയൊക്കെ പോകണം. ലോക്കൽ മാർക്കറ്റിലേക്ക്. ഇനി ഡ്രാമിൻ്റെ ടിക്കറ്റ് എവിടെ കിട്ടുമെന്ന് അറിയില്ല. ഇതൊക്കെ ബാങ്കുകളാണ്. ഇവിടെയൊക്കെ ഡ്രാമിൻ്റെ ടിക്കറ്റ് എവിടെയാണ് കിട്ടുന്നതെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് അടങ്ങി. അത് തന്നെയുള്ളൂ പരിപാടി, വേറെ ഒന്നും നടക്കൂല. ഇവിടെ നിന്നാണ് ഡ്രാമ് പുറപ്പെടുന്നത്. ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഡ്രാമുണ്ട്. ഇവിടെ 2 സൈഡിലേക്കും ഡ്രാമുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഡ്രാം പിടിക്കാം. എന്തായാലും നമ്മൾ ഇവിടം വരെ വന്ന സോഫിയ മസ്ജിദ് കാണലാണ് നമ്മുടെ മെയിൻ എന്ന് പറയുമ്പോൾ. അത് വളരെ നമ്മുടെ നാട്ടിലൊക്കെ വളരെ ചർച്ചാ വിഷയമായൊരു മസ്ജിദാണ്. അത് ആദ്യം ചർച്ച ആയിരുന്നല്ലോ, പിന്നെ അതിനെ മസ്ജിദാക്കി. അങ്ങനെ നമുക്ക് എന്തായാലും അവിടേക്ക് കയറണം. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ആ വഴിക്ക് ഇവിടെ കണ്ട ബാഗ് ഈ കൈവണ്ടിയിൽ വെച്ച് വലിച്ച് തള്ളി ഇങ്ങനെ കൊണ്ടുപോകും. അതിന് അതിൻ്റെതായ ഫീസുണ്ട്. അത് എത്രയൊന്നും നമുക്കറിയില്ല, നമ്മളത് ചോദിച്ചതുമില്ല. ആ സൈഡിലാണ് ഡ്രാമ വരുന്നത്. ഡ്രാമും ഓൾറെഡി അവിടെ കിടപ്പുണ്ട്, വരുന്നുമുണ്ട്. അതായത് നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ടേക്ക് പോവാം. നല്ല രസമുള്ള കാലാവസ്ഥ, അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. തണുപ്പും ചൂടും കൂടെയൊക്കെ ഇങ്ങനെ മിക്സായിട്ട് വരുന്നത്. ഈ ലോക്കൽ സിറ്റി കാണാൻ കുറേ ഉണ്ട് കേട്ടോ.
ഇവിടെ എന്ത് ഈ പോലീസുകാരെല്ലാം കൂടി എന്ത് ചെയ്യുന്നു, കുറേ ഒരു വാനൊക്കെ കൊണ്ടുവരാൻ നിറച്ച് പോലീസുകാരാണല്ലോ. ഇപ്പൊ ആരോടാ ചോദിക്കാന്നുള്ളത് അറിയില്ല, ആരോടാണ് ചോദിക്കാന്ന് എനിക്കൊരു പിടുത്തമില്ല. നല്ല ഡ്രാമ വരുന്നുണ്ട്, ഇത് ഡ്രാമ പോകുന്നുണ്ടാ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡ്രാമ വരും. എന്തായാലും നോക്കട്ടെ, ഡ്രാം കയറണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്, അവിടെ ചോദിക്കട്ടെ. ഡ്രാം ഇപ്പോൾ വരും, ഡ്രാമിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ. ഡ്രാമിന് ടിക്കറ്റ് എടുക്കാൻ നിങ്ങളുടെ അടുത്ത് പൈസ ഇവിടെ എടുക്കില്ല. അപ്പോൾ കാർഡ് വേണം, അത് ക്രെഡിറ്റ് കാർഡോ വിസ കാർഡോ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാർഡ് ഇവിടെ സ്കാൻ ചെയ്താൽ മതി കേട്ടോ. സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ ഇതിൽ കയറിയാൽ 25 ആണ് കേട്ടോ. ഇവിടെ നമ്മൾ ഇനി സോഫിയ മോസ്കിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ബ്ലൂ മോസ്കിലേക്ക്. ഡേ വന്നു കേട്ടോ, ഡ്രാം ദേ വന്നു. ഏത് ഡ്രാമിൽ കയറിയാൽ മതി എന്നാണ് പറഞ്ഞത്. ഡ്രാമ അടിപൊളി സൂപ്പർ ഡ്രാമാണ് കേട്ടോ. നമുക്ക് ഡ്രാമിൽ കയറാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇറ്റലിയിൽ പോയിട്ടൊരു ഇടി വീഴുന്ന ഡ്രാമിനകത്താണ് കയറിയത്. അത് കാരണം അവിടുത്തെ എക്സ്പീരിയൻസും കിട്ടിയില്ല. ഇപ്പം എന്തായാലും ഇവിടെ നല്ല ഡ്രാമുണ്ട്, പക്ഷേ നല്ല തിരക്കുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് കയറി ഞാനും ഡ്രാമിനകത്ത് കയറി നിൽക്കുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് വീഡിയോ പറയുമ്പോൾ ഡ്രാമിൽ ഇനി വീഡിയോ എടുക്കാൻ അവിടെ ഒന്നും നടക്കും. ഒക്കെ ഫുള്ളായിട്ട് ആൾക്കാർ നല്ല തിരക്കുണ്ട്. അത് കാരണം വീഡിയോ അങ്ങനെ ക്ലിയർ ആയിട്ടുണ്ടാവില്ല. നല്ല തിരക്കാട്ടോ. ജസ്റ്റ് ലൈക്ക് ബസ്സിൽ പോകുന്ന ഇവിടെ ബസ് റൂട്ടാണ്. അതിൽ കൂടിയും വാഹനങ്ങളെല്ലാം പോയിട്ടുണ്ട്. ആൾക്കാർക്ക് നമ്മുടെ ഹായ് പറയുന്നതല്ലേ. ഓക്കെ, ഇത് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും നമ്മൾ അവിടെ പോയിട്ട് തിരിച്ചു ഇവിടെ വന്നിട്ട് ലോക്കൽ മാർക്കറ്റിൽ പോകുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ലോക്കൽ മാർക്കറ്റിലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ലോക്കൽ മാർക്കറ്റൊക്കെ നല്ല ക്ലീനാണ്, നല്ല ഇതാണ്. എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കണ്ടു കഴിഞ്ഞാൽ യൂറോപ്യൻസിനെ പോലെ തന്നെ ഇരിക്കും. ഇവരെല്ലാം വെളുവെളുള്ള ചുമന്ന് ഇരിക്കുകയാണല്ലോ. ഒരു ഓൾമോസ്റ്റ് മുസ്ലിം കൺട്രി ആണെങ്കിൽ യൂറോപ്യൻസിനെ തന്നെ അവർ ഫോളോ ചെയ്യുന്നത്. അതേ മെൻറ്റാലിറ്റിയാണ് ഇവർക്ക് കേട്ടോ. ഇവിടെയൊക്കെ മദ്യ ഷോപ്പുകളും ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ കണ്ടില്ല അത്. ഇങ്ങനെ നമ്മൾ യൂറോപ്പിൽ പോയപ്പോൾ ഇറ്റലിയിൽ ആവശ്യം പോലെ മദ്യ ഷോപ്പുകളുണ്ടല്ലോ, അവിടെ മദ്യമില്ലാതെ അവർക്ക് ജീവിതമില്ല എന്ന് പറഞ്ഞത് കാണാം. ഇവിടെ പക്ഷേ ഞാനിതൊരു മദ്യ ഷോപ്പ് കണ്ടില്ല. ഇവിടെ കൂടുതലും സ്വീറ്റ് ഷോപ്പ്, തുണികളുടെ ഷോപ്പ്, അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ നിൽപ്പുണ്ട്. എന്തായാലും നമ്മൾ ഒരു ട്രാവൽ കയറിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എടുക്കുന്നുണ്ട്. ഇതുവരെയും ട്രാവൽ കയറിയിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ എടുത്തില്ലായിരുന്നു. അപ്പോൾ അതാണെന്ന് ട്രാവൽ കയറാമെന്ന് വിചാരിച്ചത്. വയസ്സന്മാരിങ്ങനെ ഇവിടെ ഈ ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. വയസ്സന്മാരൊക്കെ ഇറങ്ങി ഇതിനകത്തേക്ക് ഈ സ്കൂട്ടറൊക്കെ കൊണ്ട് ആളുകൾ കയറുന്നുണ്ട്. ലേഡീസ് കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ ചെറിയ ബാഗായാലും അതും കൊണ്ട് യാത്ര ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അടുത്ത ഡ്രാമ വന്നു. അടുത്ത ഡ്രാമ തൊട്ടടുത്ത് തന്നെ വന്നു നിൽക്കുന്നുണ്ട്. നമ്മുടെ സുഹൃത്ത് ഇതിൽ പരിചയപ്പെട്ട സുഹൃത്ത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അവരെന്തായാലും എന്നെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നോക്കി ആ ഡ്രാമിൽ ശരിക്കും തിരക്കുണ്ട്. ഇതെല്ലാം പുതിയ ഡ്രാമകളാണ് കൂടുതൽ.
എന്തായാലും ലോക്കൽ മാർക്കറ്റ് ആണെങ്കിലും സിറ്റി ആണെങ്കിലും അടിപൊളിയാണ്. നല്ല വൃത്തിയായിട്ട് ഇതായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നല്ല വൃത്തിയാണ്. നമ്മൾ ഇറ്റലിയിൽ പോയാലൊക്കെ എവിടെ നോക്കിയാലും ചർച്ചുകൾ ഇതില്ല. ഇവിടെ കുറച്ച് മുസ്ലിം രാജ്യമാണല്ലോ, അപ്പോൾ അതിൻ്റെതായ ഒരു പ്രത്യേകത ഇവിടെയുണ്ട്. പക്ഷെ എന്നാലും ഇവർ ഇസ്ലാമിൽ തന്നെ അങ്ങനെ ഫോളോ ചെയ്യുന്നില്ല. മൊത്തം അവർ നടക്കുന്നതൊക്കെ എല്ലാം യൂറോപ്യൻ സ്റ്റൈലിലാണ്. ടൂറിസ്റ്റുകൾ ആവശ്യം പോലെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്താംബൂൾ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ജനങ്ങൾ വരുന്നുണ്ട്. അതവിടെ ഐസ്ക്രീമിൻ്റെ നാടകം നടക്കുന്നുണ്ട്, മറ്റേ കുത്തിക്കുഴയ്ക്കുന്നുണ്ട്. എന്നാലും നമ്മൾ തിരിച്ച് നടന്ന് ഇങ്ങോട്ട് വരാൻ ശ്രമിക്കും. നടന്നു വരുമ്പോഴത്തേക്ക് ലോക്കൽ മാർക്കറ്റിലെ സീനുകളെല്ലാം കാണാം. തിരിച്ചു വരും, നടന്നു വരാം. ഇവിടുന്ന് പല പല ഡ്രാമകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. കുത്തിക്കുഴച്ച് എടുക്കുന്നു. ഇവിടെ ബ്ലൂ മോസ്കിൻ്റെ അടുത്താണ് ഉള്ളത് കേട്ടോ. അതിൻ്റെ പരിസരത്താണുള്ളത്. അതിൽ പാർക്കിലാണുള്ളത്. ഇപ്പോൾ നമുക്ക് അവിടെ ബ്ലൂ മോസ്കിലേക്ക് പോവാം. അപ്പോൾ ഡ്രാമ ഒരു രക്ഷയില്ല കേട്ടോ. ഡ്രാമകൾ ആവശ്യം പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ കുട്ടികളാണ്. സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് അവരിങ്ങനെ വന്നതാണ് കേട്ടോ. ചുമമായി ഇരിക്കുന്നുണ്ടല്ലേ, അവരെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു. എന്തായാലും ബ്ലൂ മോസ്കിലേക്ക് നമുക്ക് പോകും. ബ്ലൂ മോസ്കിൻ്റെ മിനാരങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. നമുക്കിതിൽ എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് കഴിക്കണം. ഇതൊക്കെ സൗദി അറേബ്യയിൽ കിട്ടുന്ന സാധനങ്ങളാണ്. എന്നിരുന്നാലും കഴിക്കാൻ നമുക്ക് ഭയങ്കര ജനത്തിരക്കുണ്ട് കേട്ടോ. നല്ല തിരക്ക് ആൾക്കാർ. അതുപോലെ തന്നെ എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. ഇതേന്നൊക്കെ അവിടെ മരത്തിൻ്റെ മൂട്ടിലൊക്കെ ശരിക്കും ജനങ്ങൾ ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. ഇവിടെ നല്ല ആൾത്തിരക്കുണ്ട്. ഏതാണ്ട് ഒരു ജാഥ വരുന്ന നോക്കിയാൽ ബ്ലൂ മോസ്ക് കാണാൻ പോയിട്ട് ജാഥ തന്നെ വരുന്നുണ്ട്. നമുക്ക് ഇനിയിപ്പം കൂടുതൽ സമയം ഇങ്ങനെ കളയണ്ട എന്ന് പറഞ്ഞാൽ നേരം എട്ടുന്നതിന് മുമ്പ് അതിനകത്തേക്ക് കയറാം. ഇന്ന് നമ്മുടെ പ്രോഗ്രാം, ഈ സൈറ്റിലെ പ്രോഗ്രാം ഇന്നിവിടെ കംപ്ലീറ്റ് ചെയ്യണം. നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ട് അത് ലേറ്റ് ആവരുത്. പിന്നെ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം ഭയങ്കര ബുദ്ധിമുട്ടാവും. ആദ്യം ബ്ലൂ മോസ്ക് കണ്ടിട്ട് പിന്നെ നമ്മൾ ഹയ സോഫിയയിലേക്ക് പോകും കേട്ടോ. ഹയ സോഫിയ ഇവിടെ തൊട്ട് അടുത്ത് തന്നെ. ആ ലെഫ്റ്റ് സൈഡിൽ, എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇതാണ് ഹയ സോഫിയ. അവിടേക്ക് ഇനി നമുക്ക് പോകണം. ഇവിടെയൊക്കെ ആൾക്കാർ ശരിക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ല കാലാവസ്ഥ കേട്ടോ, അടിപൊളി കാലാവസ്ഥ. ഇത് ഏത് വഴിയാണ് എൻട്രൻസ് എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് എൻട്രൻസ് നോക്കി പോകാം. അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കേണ്ടി വരും. ഏതാണ് എൻട്രൻസ് എന്നൊരു പിടുത്തമില്ല. ഇപ്പം ആരോടാണ് ചോദിക്കുക എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ ആണ്. ഇവിടുത്തെ കാക്കയൊക്കെ ഉണ്ടോ? ഇതേ ഇരിക്കുന്ന കാക്ക നോക്കി. ഇവിടുത്തെ കാക്കയൊക്കെ ഉണ്ടോ? എന്തൊരു വലിയ കാക്കയാണിത്. എന്താ കാക്കയ്ക്ക് 2 കളറാണ് ഇത് പറഞ്ഞു പോയി. എന്തായാലും നമ്മൾ പോവാം. എനിക്കൊന്നും ബാത്റൂമിലും പോകണം. പക്ഷെ അത് ബാത്റൂമിൽ പോകേണ്ട ഏരിയ എവിടെയാണെന്ന് പിടുത്തം കിട്ടുന്നു. നമുക്ക് ആദ്യം അവിടേക്ക് പോകാം. കാണുന്നുണ്ട് ഹയ സോഫിയ. അതാണ് ഹയ സോഫിയ മസ്ജിദ്. അതാണ് വിവാദമായ മസ്ജിദ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളത്തിലൊക്കെ അത് ഭയങ്കരമായ ചർച്ച ഉണ്ടായിരുന്നു ഈ മസ്ജിദിനെ കുറിച്ച്. നമ്മുടെ പാകിസ്ഥാനും അവിടെ ഇവിടേക്കുള്ള ഏരിയകളിൽ നിന്ന് ശരിക്കും ആൾക്കാർ ഇവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. മസ്ജിദ് കാണാൻ വേണ്ടി സ്ത്രീകൾ കയറുന്ന വേഷം കണ്ട സുബ്ഹാനല്ലാഹ്, അത്രയ്ക്ക് അധപതിച്ചു പോയി. Ibaru, you want to go inside? Okay, shoes. Okay. Wudu lazim or bidun wudu? No problem. No problem. No tea together? Free. Yeah, thank you.
എന്തായാലും നമ്മൾ അകത്തേക്ക് പോകാം. ഞാൻ ചോദിച്ചു ഇവിടെ I'm sorry, madam. അകത്തേക്ക് കയറുന്നതിന് ഇനി ഉദു എടുക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഉദുവൊന്നും വേണ്ട എന്ന് പറഞ്ഞ സ്ത്രീകൾ ഒരു മര്യാദയില്ലാത്ത ഡ്രസ്സിട്ടാണ് അകത്തേക്ക് പോകുന്നത്. നമുക്ക് എന്തായാലും അകത്തേക്ക് കയറി പോവാം. ഓക്കെ, വീഡിയോ എടുക്കുന്നതിലൊന്നും പ്രശ്നമില്ലെന്ന് തോന്നുന്നു. അൽഹംദുലില്ല. സൗർ നോ പ്രോബ്ലം. വീഡിയോ ഇതിനകത്ത് കുറേ ഇതൊരു ലൈക്ക് ഖബറിസ്ഥാനാണ് കേട്ടോ. കുറേ ഖബറുകളുണ്ട് ഇങ്ങനെ കണ്ടോ. ഇതൊക്കെ ആരുടെ ഖബറുകളുണ്ടെന്ന് പറയും. ഇസ്മ സുൽത്താൻ പേരെഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം സുൽത്താൻ തന്നെയാണ്. സുൽത്താൻ ഇബ്രാഹിം അൻ കിസി, സഫി അൽ സുൽത്താൻ, ഇതൊക്കെ വലിയ വലിയ ഖബറിസ്ഥാനുകളാണ്. ഉബൈദിയ സുൽത്താൻ. ഓ മാഷാ അല്ലാ, കണ്ടില്ലേ, ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ് ഈ മസ്ജിദിനുള്ളിൽ കേട്ടോ. ഇവിടെയൊക്കെ കയറുന്ന ലേഡീസിൽ വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതെയും അല്ലാതെയൊക്കെ ഇവിടെ കയറുന്നത് ഭയങ്കര സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇത് ഇപ്പോൾ ഞാനുള്ള ബ്ലൂ മസ്ജിദിൻ്റെ വെളിയിലുള്ള ഖബർസ്ഥാനിലാണ് കേട്ടോ. ഇതെല്ലാം കുറേ സുൽത്താൻമാരുടെ ഖബർസ്ഥാനാണ് ഈ കാണുന്നത്, ഖബറുകൾ. നമ്മളിപ്പോൾ ഇവിടെ വന്ന് റസൂലിൻ്റെ ഖബറുകളടുത്ത് പോയിട്ട് നമ്മൾ ദുആ ചെയ്തില്ല. അപ്പോൾ പിന്നെ ഇവിടെ ദുആ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഇങ്ങനെ കാണിക്കാം. എന്തായാലും ഇവിടെ എത്തി. ഇവിടെ എല്ലാം കാണാൻ പറ്റിയതിൽ തന്നെ വലിയ സംഭവമുണ്ട്. ഇവിടെ ഇതിനകത്ത് കയറുന്നത് ഫ്രീ ആണ് കേട്ടോ. ഫ്രീ ആയിട്ടാണ് ടിക്കറ്റ്. പൈസ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഇതിനകത്ത് കയറുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഞാൻ ചോദിച്ചത് വുളു എടുക്കണമെന്ന്. അപ്പോൾ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, സ്ത്രീകളൊക്കെ കയറി വരുന്ന കോലം കണ്ടില്ലേ. വുളുവിൻ്റെ ആവശ്യമൊന്നുമില്ല. ആൾക്കാർ ദുആ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ദുആ ചെയ്യണമെന്നും എനിക്ക് മനസ്സിലായത്. ഖബറുകൾ നോക്കി ദുആ ചെയ്യേണ്ട കാര്യം എന്താണെന്നും എനിക്കറിയില്ല. അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാൻ ഞാനും ആളല്ല. എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ട് അത് തെറ്റാണെന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു വലിയ പ്രശ്നമാവും. അത് കാരണം അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. എന്തായാലും ഞാൻ ബ്ലൂ മോസ്കിലെത്തി. അതിൻ്റെ പുറത്തുള്ള ഖബർസ്ഥാൻ കണ്ടു. ഖബർസ്ഥാൻ എന്ന് പറയാൻ പറ്റില്ല, ഖബറടി കണ്ടു. എന്തായാലും നമ്മൾ ഇനി ബ്ലൂ മോസ്കിലേക്ക് പോവാം. എനിക്കൊന്നിനും ഇതിനകത്തേക്ക് കയറുമ്പോഴത്തേക്ക് സ്ത്രീകൾ ഷോളിട്ട് ശരീരം മൂടണമെന്നാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെ എന്തൊക്കെയുണ്ട്. അതാണ് ഇവിടെ അവരിങ്ങനെ ഷോൾ വെച്ചിരിക്കുന്നത്. ടൂറിസ്റ്റ് ബസ് ഇവിടെയുണ്ട്. ഇതേണ്ടോ, ഡബിൾ ഡെക്കർ ബസ്. ഇവിടെ ഒത്തിരി ബസ്സുണ്ട്. ഇതിങ്ങനെ സിറ്റി ടൂറിന് വേണ്ടിയിട്ടായിരിക്കും. നമുക്ക് അതിലൊന്ന് കയറിയാൽ കൊള്ളാമെന്നുണ്ട്. സിറ്റി ടൂറിന് കൊണ്ടുപോകുന്നു തോന്നുന്നു. പക്ഷേ ഇനിയിപ്പം ഈവനിങ്ങിൽ കയറിയിട്ട് ഒരു ഉപയോഗമില്ല. എന്ന് പറഞ്ഞാൽ സമയം അതപ്പതിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിൽ കയറിയാലും ശരി തന്നെ രാത്രിയാകുമ്പോൾ ഇവിടെ എല്ലാവരും നിർത്തിപ്പോവും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, പിന്നെ തണുപ്പും വർദ്ധിക്കും. ഇപ്പം എവിടേക്ക് ആദ്യം പോകണം എന്നുള്ളൊരു കൺഫ്യൂസാണ്. ആകെ നമ്മൾ കൺഫ്യൂഷൻ അടിച്ച പോലെയാണ്. ജനങ്ങളിങ്ങനെ നോക്കിയാൽ ആവശ്യം പോലെ ജനങ്ങൾ ഇങ്ങനെ വന്നിരിക്കുകയാണ്. 4 സൈഡിലും ജനങ്ങൾ. ഇതാണ് ബ്ലൂ മസ്ജിദ്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഇത് സോഫിയ മസ്ജിദ് കണ്ടോ. ഇത് രണ്ടും ഒരേ സ്ഥലത്ത് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അതെ, തൊട്ടടുത്ത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം, ബ്ലൂ മസ്ജിദ് കാണാനായിട്ട് പോവാം.